أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹാദരവുകൾ നിറഞ്ഞ രക്ഷകർത്താക്കളെ, +1 അറബിക് ഓറിയന്റേഷൻ പ്രോഗ്രാമാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അറബി ഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ചും മറ്റ് ഭാഷകളിൽ നിന്നും അറബി ഭാഷ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതുമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എന്നെ നേരിട്ട് ഫോൺ ചെയ്തു, അല്ലാതെ സ്കൂളിൽ വന്നു സെക്കൻഡ് ലാംഗ്വേജ് അറബി ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ചില ആളുകൾ, 1 2 3 പേര് ഉണ്ടായിരുന്നു. അവരോട് എന്താ മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണമായി പറഞ്ഞത് അത് ഭയങ്കര പാടാണ്. മറ്റൊരാൾ പറഞ്ഞത് ടെക്സ്റ്റ് മറിച്ച് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്ന കാരണം ചിലപ്പോൾ എല്ലാ കുട്ടികളും മുഴുവൻ വീഡിയോ ശ്രദ്ധിക്കണമെന്നില്ല. പൊതുവെ സിനിമയോ പാട്ടോ ഒക്കെ കാണാൻ മുഴുവൻ ഇരുന്ന് കാണും. പക്ഷേ ക്ലാസ്സുകൾ അത്ര ഗൗരവത്തിൽ കുട്ടികൾ എടുക്കാറുള്ളതായി പൊതുവെ കാണുന്നില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ വന്ന എന്നെ വിളിച്ച വിദ്യാർത്ഥികൾക്കും ഇനി ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളോ വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവർക്ക് അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കാര്യമായി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുടക്കത്തിലേക്ക് പറയുന്നത്. അറബി ഭാഷ പ്രയാസമുള്ളതാണോ, അല്ലേ പള്ളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ, അതിൽ കാണാതെ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരു വശമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിനെ കൈവശപ്പെടുത്തുക, ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. ആ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അറബി ഭാഷ പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്ന്, എത്രത്തോളം എളുപ്പമാണ്, മറ്റ് ഭാഷകളാണോ പഠിക്കുന്നതിൽ പ്രയാസമുള്ളത്, അതല്ല അറബി ഭാഷയാണോ, എന്തുകൊണ്ട്, അതെങ്ങനെ പഠിക്കണം, ഇതൊക്കെയും ഇന്നത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പുറകെ വരുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. പിന്നെ അറബി പഠിക്കുന്നതിൻ്റെ മെത്തേഡുകളെ കുറിച്ച് ഇനി വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ക്ലാസ് വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് മറ്റു ഭാഷകളെ പോലെ പ്രയാസമുള്ളതാണോ അല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം, ടെക്സ്റ്റ് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത് അറബി ടെക്സ്റ്റ് മാത്രമല്ല, മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങളൊന്ന് മറിച്ച് നോക്കിയേ, കുറച്ച് കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ട് അത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാൻ വഴിയില്ല. കാരണം
അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ +1 എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട് കുറെ അധ്യാപകരെയും വെച്ച് അത് വന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായതിനെ വീണ്ടും മനസ്സിലാക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നത്. നിങ്ങൾ സ്വന്തമായി ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകരെ ആവശ്യമില്ല. നിങ്ങൾ വായിക്കുന്നതും അധ്യാപകർ പഠിപ്പിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അറബി എന്നല്ല, നിങ്ങൾ പഠിക്കുന്ന ഏത് ടെക്സ്റ്റ് എടുത്ത് മറിച്ച് നോക്കിയാലും വലുതായിട്ടൊന്നും മനസ്സിലാകില്ല മറ്റ് ഒരു അധ്യാപകരോ ഒരു സഹായിയോ ഇല്ലാതെ. കൂടുതലും അങ്ങനെയാണ്. 1, 2, 3 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ, അതുകൊണ്ട് എത്രത്തോളം പ്രയോജനം കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം. സ്കൂൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം, നമുക്ക് അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു കാര്യങ്ങൾ, നിങ്ങൾ സ്കൂളിലേക്കും എന്നെ വിളിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അറബി ഭാഷയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മറ്റു ഭാഷയെ അപേക്ഷിച്ച് അറബി ഭാഷയ്ക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അറബി ഭാഷ എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വിശ്വപ്രസിദ്ധനായ ഒരു ബ്രസീലിയൻ എഴുത്തുകാരൻ 10,000-കണക്കിന് ജനങ്ങളെ തൻ്റെ പുസ്തകത്തിലൂടെ ജീവിത വിജയത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച എഴുത്തുകാരൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിൽ സൂചിപ്പിച്ച ഒരു ചെറിയ ഒരു സാരാംശമുള്ള കഥയാണ്. ഒരിക്കൽ ഒരു വലിയ കച്ചവടക്കാരൻ തൻ്റെ മകനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും കുറെ ദൂരം അകലെ ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ട്. ജനങ്ങൾക്ക് മുഴുവനും നന്മകൾ പറഞ്ഞു കൊടുക്കുകയും എന്ത് ചോദിച്ചാലും അതിന് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് അയാൾ. നീ അയാളുടെ അടുത്തുപോയി ഒരു കാര്യം ചോദിക്കണം, അതിൻ്റെ മറുപടി അന്വേഷിച്ച് നീ എൻ്റെ അടുത്ത് തിരിച്ചു വരണം. എന്തായിരുന്നു ചോദ്യം? സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്നതാണ് ചോദ്യം. അങ്ങനെ ആ വ്യാപാരിയുടെ മകൻ യാത്ര ചെയ്തു. കുറേ യാത്ര ചെയ്തു, ദിവസങ്ങളോളം യാത്ര ചെയ്ത് ജ്ഞാനിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം വിചാരിച്ചത് സന്യാസി വര്യന്മാരെ പോലെ ഈ ലോകമൊക്കെ പരിത്യജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാത്മാവാണ് അദ്ദേഹം എന്നാണ്. എന്നാൽ ആ കച്ചവടക്കാരന്റെ മകനെ കാണാൻ സാധിച്ചത് ഒരു വലിയ കൊട്ടാരമായിരുന്നു. ഒരുപാട് പരിചാരകരും ഒരുപാട് ആളുകളും ഒരുപാട് ബഹളവും ഉള്ള ഒരു സ്ഥലം. വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു കൊട്ടാരം. അവിടേക്ക് നടന്ന് ചെന്ന് നോക്കിയപ്പോൾ ആ പണ്ഡിതനെ കാണാൻ വലിയ ജനത്തിരക്കാണ്, ക്യൂവാണ്. ഏകദേശം 1-2 മണിക്കൂർ എടുത്തു അദ്ദേഹത്തിന്റെ മുന്നിലെത്താൻ, ജ്ഞാനിയുടെ മുന്നിലെത്താൻ. കച്ചവടക്കാരന്റെ മകനോട് ചോദിച്ചു, എന്തിനാണ് വന്നത്? കച്ചവടക്കാരന്റെ മകൻ പറഞ്ഞു, സന്തോഷത്തിന്റെ രഹസ്യമറിയാനാണ് ഞാനിവിടെ വന്നത്. അപ്പോ ഈ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു,
എനിക്കല്പം തിരക്കുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, ഈ കൊട്ടാരം മുഴുവൻ ഒന്ന് നടന്ന് കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ഒരു സ്പൂണും ആ സ്പൂണിൽ 2 തുള്ളി എണ്ണയും പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇത് കളയാതെ നോക്കണം. അങ്ങനെ ഈ കച്ചവടക്കാരന്റെ മകൻ കൊട്ടാരം മുഴുവനും നടന്നു കാണുകയാണ്. ഏകദേശം അത് മുഴുവനും കണ്ടുവരാൻ 2 മണിക്കൂറോളം എടുത്തു. തിരിച്ച് ഈ ആലിമായ ജ്ഞാനിയായ മനുഷ്യന്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ എത്തിയോ? എന്റെ ഉദ്യാനമൊക്കെ കണ്ടില്ലേ? വളരെ ഭംഗിയായിരുന്നോ? ആ ഡൈനിങ് റൂം ശ്രദ്ധിച്ചിരുന്നോ? പേർഷ്യയിൽ നിന്ന് വരുത്തിയ നല്ല പരവതാനികളും വിലകൂടിയ വിരിപ്പുകളുമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പുറത്ത് കാണുന്ന വലിയ ഉദ്യാനമില്ലേ, അത് ഏകദേശം 10 വർഷത്തോളം എടുത്താണ് ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഈ കച്ചവടക്കാരന്റെ മകൻ ജ്ഞാനിയോട് കുറ്റസമ്മതം നടത്തി. ഞാനിത് മുഴുവനും നടന്നു കണ്ടെങ്കിലും ഈ സ്പൂണിലെയും അതിലെ എണ്ണയും പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചത് കാരണം ഇവിടെ നടന്നു കണ്ടതൊന്നും കൂടുതലായി എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി പോയി ഇതൊക്കെ കണ്ടിട്ട് വരിക. ഇത്തവണ കച്ചവടക്കാരന്റെ മകൻ വിചാരിച്ചു, ഞാൻ ചോദിക്കുമ്പോൾ എല്ലാത്തിനും എനിക്ക് മറുപടി കൊടുക്കണം. അങ്ങനെ മണിക്കൂറുകളെടുത്ത് അദ്ദേഹം ഇതെല്ലാം കണ്ടു വളരെ സന്തോഷവാനായി തിരിച്ച് ജ്ഞാനിയുടെ മുമ്പിലെത്തി. എന്നിട്ട് നീ എന്തൊക്കെയാണ് കണ്ടതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ കണ്ടതും ഒന്നും വിടാതെ വളരെ വ്യക്തമായി വളരെ സന്തോഷവാനായി അദ്ദേഹം വിവരിച്ചു കൊടുത്തു. ഉടനെ ജ്ഞാനിയുടെ ചോദ്യം, പക്ഷേ ഞാൻ നിന്നെ ഏൽപ്പിച്ച സ്പൂണും എണ്ണയും എവിടെ? സത്യത്തിൽ ഇതൊക്കെയും അവൻ പഠിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിലെ സ്പൂണിലെ എണ്ണകൾ തുളുമ്പിപ്പോയിരുന്നു. അപ്പോ കച്ചവടക്കാരന്റെ മകൻ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഉടനെ ജ്ഞാനി പറഞ്ഞു, ലോകത്ത് മുഴുവനായും അതിന്റെ സുഖത്തെയും ആസ്വാദനത്തെയും മുഴുവൻ നീ കൈക്കലാക്കിക്കോളൂ, പക്ഷേ അപ്പോഴും നിന്റെ കയ്യിലുള്ള നിന്റെ സ്പൂണും എണ്ണയും അത് മറക്കാൻ പാടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ നന്മയുടെ വെളിച്ചം നാം എത്ര ആസ്വാദ്യകരമായിട്ടും എത്ര സുഖലോലുപതയിൽ പോയി കഴിഞ്ഞാലും എന്തൊക്കെ നമുക്ക് വന്നാലും നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ, അത് വിശ്വാസത്തിന്റെ നന്മയുടെ വെളിച്ചം ഒന്നിന്റെ മുമ്പിലും കെട്ടുപോകാതെ എന്നും എത്ര സുഖങ്ങൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും അത് കെടാതെ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നതിന്റെ ഒരു പൊരുളാണ്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ രഹസ്യമെന്ന് ആ ജ്ഞാനി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് പ്രിയമുള്ള കുട്ടികളെ നിങ്ങളോടും പറയാനുള്ളത്. നമ്മളുടെ അന്തസത്ത, നാം തീവ്രമായി എന്തോന്ന് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കും എന്നുള്ള വിശ്വാസം, അത് ഈമാനികമാകട്ടെ വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ അല്ലാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളുടെ പരിപൂർണമായ സഫലീകരണമാകട്ടെ, എന്തു തന്നെയായാലും ആ പ്രകാശം അണയാതെ നാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ അറബി ഭാഷയിലേക്ക് വരാം. എന്താണ് അറബി ഭാഷയുടെ പ്രത്യേകത? ലോകത്ത് ഭാഷകളുള്ളതിൽ
എൻ്റെ പരിമിതമായ അറിവ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അറബി ഭാഷയെ പോലെ വളരെ എളുപ്പമുള്ള മറ്റൊരു ഭാഷയില്ല. കാരണം ഏതൊരു ഭാഷയുടെയും അടിസ്ഥാന തത്വം അതിൻ്റെ അക്ഷരങ്ങളാണ്. അറബിയിൽ ആകെ 28 അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ 26. പക്ഷേ 26 അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം വെച്ചല്ല അവിടെ സംസാരിക്കാറുള്ളത്, നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അറബിയിൽ ഏതൊരു അക്ഷരം എഴുതിയോ ആ അക്ഷരം മാത്രമാണ് ഉച്ചരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു ഭാഷ അത് അറബിയാണ്. അക്ഷരങ്ങൾ വളരെ കുറവായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാനും സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, അറബി ഭാഷയിൽ സൈലന്റായി വരുന്ന ലെറ്റേഴ്സുകൾ ഇല്ല. നിങ്ങൾ ഇംഗ്ലീഷ് നോക്കേ, സുനാമി, സൈക്കോളജി തുടങ്ങിയ ആയിരക്കണക്കിന് 10,000-കണക്കിന് വേർഡുകൾ എടുക്കുമ്പോൾ അതിലൊക്കെയും സൈലന്റ് ലെറ്റേഴ്സ് ധാരാളം ഉണ്ടാകും. എന്നാൽ അറബിയിൽ അങ്ങനെ ഒന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ അറബി ഭാഷ ഇംഗ്ലീഷിനേക്കാൾ എളുപ്പമാണ്. മറ്റൊരു കാര്യം, അറബി ഭാഷ വളരെ പുരാതനമായി ഉള്ളൊരു ഭാഷയാണ്. അതായത് സെമിറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് റൈറ്റ് നിന്നും ലെഫ്റ്റിലേക്ക് അതിനെ എഴുതുന്നത്. സെമിറ്റിക് എന്ന് വിളിക്കുന്നത് തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം ബിൻ നൂഹ്, അദ്ദേഹത്തിന്റെ കാലം മുതൽ ഉണ്ടായ ഭാഷയാണ് അറബി ഭാഷ. അക്കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്ന കുറേ ഭാഷകളുണ്ടായിരുന്നു. സെമിറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ഭാഷകൾ. അതിൽ ഇന്ന് നിലനിൽക്കുന്നത് അറബി ഭാഷ മാത്രമാണ്. അത്രത്തോളം അറബി ഭാഷയ്ക്ക് പഴക്കമുണ്ട്. പഴയ പുരാതനമായ കൂടുതൽ ഭാഷകളും എഴുതപ്പെടുന്നത് റൈറ്റ് നിന്നും ലെഫ്റ്റിലേക്കാണ്. ഹീബ്രുവും അറാബിക്കും എല്ലാം എഴുതുന്നത് റൈറ്റ് നിന്നും ലെഫ്റ്റിലേക്കാണ്. ഇനി അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? 26-ലധികം രാജ്യങ്ങളിൽ ആ അറബി ഭാഷ സംസാരിക്കുന്നു മാതൃഭാഷയായിട്ട്. സ്പിരിച്വൽ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ ലോകത്തെ മുഴുവനും ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. എന്നാൽ നമ്മുടെ മുന്നിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഹിന്ദിയാണെങ്കിൽ രാഷ്ട്രഭാഷ എന്ന നിലയിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പകുതി സ്റ്റേറ്റുകളിൽ പോലും, ഇന്ത്യയുടെ പകുതി സ്റ്റേറ്റുകളിൽ പോലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഉൾപ്പെടെ ഗുജറാത്തിലും ഇന്ന് വേണ്ട എടുത്തു നോക്കിയാൽ കൂടുതൽ സംസ്ഥാനങ്ങളും ഹിന്ദി അല്ല ഉപയോഗിക്കുന്നത്, അവരവരുടെ പ്രാദേശിക ഭാഷകളാണ്. ഇരിക്കട്ടെ, അറബി ഭാഷ ഇന്റർനാഷണലി ഗ്ലോബലി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഭാഷയാണ് അറബിക് നാം സെക്കൻഡ് ലാംഗ്വേജായി സെലക്ട് ചെയ്തിരിക്കുന്നത്. അറബി ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇംഗ്ലീഷിൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണമുണ്ട്. അറബിയിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനാകുക വെറും 3 എണ്ണമാണ്. അതുപോലെ വെർബിലേക്ക് വരികയാണെങ്കിൽ വെർബ്, പാസ്റ്റ്,
പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നിങ്ങനെ മൂന്നായി ഇംഗ്ലീഷിൽ തിരിക്കുകയും അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് പാസ്റ്റ് ടെൻസ്, അതിൽ തന്നെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ നാലായി തിരിക്കുന്നു. അങ്ങനെ പാസ്റ്റിലും തിരിച്ചു, പ്രസന്റിലും തിരിച്ചു, ഫ്യൂച്ചറിലും തിരിച്ചു. മൊത്തം 12. എന്നാൽ അറബിയിൽ 2 രീതിയേ ഉള്ളൂ. അതൊന്ന് പ്രസന്റും പാസ്റ്റും മാത്രമാണ്. പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും 4 അക്ഷരങ്ങളിൽ ഒന്ന് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് അറബി ഭാഷയിൽ പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് എത്തിച്ചു. ഇംഗ്ലീഷിലാണെങ്കിൽ നിരവധി ഫോമുകളുണ്ട്. അത് മാറ്റുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. എന്നാൽ അറബിയിൽ ഇതൊന്നും തന്നെയില്ല. അതുമാത്രവുമല്ല, ഒരു വേർഡ് എടുത്താൽ ആ വേർഡ് പഠിച്ചത് കൊണ്ട് തന്നെ ആ വേർഡിൽ നിന്നും നാം ഒരു വേർഡ് പഠിച്ചാൽ ആ വേർഡിൽ നിന്നും ഏകദേശം മിനിമം 10ഓളം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും, നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഫതഹ എന്ന് പറയുന്ന വേർഡ്, അറബിയിൽ ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു അല്ലെങ്കിൽ വിജയിച്ചു എന്നാണ് അർത്ഥം. ഫാത്തിഹുൻ എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ എന്നായി. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടത് എന്നായി. മിഫ്താഹ് എന്ന് വെച്ചാൽ നമ്മൾ തുറക്കാൻ ഉപയോഗിക്കുന്ന കീ എന്നായി. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഒരു വേർഡിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വഴി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് അറബിയിലെ മുഴുവൻ വേർഡുകളിലും നമുക്ക് കിട്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് മറ്റ് ഭാഷകളെ അപേക്ഷിച്ച്. പിന്നീട് ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടെ നമ്മുടെ മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ അറബി ഭാഷയുടെ സ്വാധീനം കാണാൻ കഴിയും. എങ്ങനെയാണ്? നാം ഉപയോഗിക്കുന്ന ഒരു 10-20% വാക്കുകളെങ്കിലും അത് അറബിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷിലുമുണ്ട്, ഹിന്ദിയിൽ ധാരാളമുണ്ട്, മലയാളത്തിലുമുണ്ട്. നിങ്ങൾ സമരങ്ങൾക്ക് വിളിക്കാറുള്ള ഇൻകുലാബ് അത് ഇൻഖിലാബ് എന്നുള്ള വേർഡിൽ വന്നതാണ്. വക്കീൽ അറബി വേർഡാണ്. അദാലത്ത് അറബി വേർഡാണ്. അങ്ങനെ റദ്ദ് ചെയ്തു, ആ നിയമം റദ്ദ് ചെയ്തു, റദ്ദ് എന്നുള്ള വേർഡ്. അങ്ങനെ ഒരുപാട് നിരവധി ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ അതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ധാരാളം അറബി വേർഡുകളിൽ നിന്നാണ് ഇതിലൊക്കെ ഈ ഭാഷ. കാരണം അറബി പുരാതനമായ പഴയ ഭാഷയാണ്. നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ കച്ചവട ആവശ്യാർത്ഥം മതപ്രചരണത്തിന് മുമ്പേ തന്നെ അറബികൾ വരികയും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ലാംഗ്വേജ്, അതിന്റെ പ്രയോഗവും ഒക്കെയും വളരെ പ്രസിദ്ധമായി മാറിയിട്ടുണ്ട്. ഇനി അറബി ഭാഷയുടെ എഴുത്തിനെ കുറിച്ചാണ്. ഇത്രത്തോളം മനോഹരമായി എഴുതുന്ന മറ്റൊരു ഭാഷയില്ല. ഇംഗ്ലീഷിനെ പോലെ തന്നെ ടെക്സ്റ്റിൽ അച്ചടിക്കുന്ന ഒരു ലിപിയുണ്ട്. പിന്നീട് കർസീവ് റൈറ്റിംഗ്, നമ്മളെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്ന ഒരു ലിപിയുണ്ട്. അതുപോലെ അറബിക്കുമുണ്ട്. നമ്മളിന്ന് ടെക്സ്റ്റുകളും മറ്റും കാണുന്ന ഖുർആനിലൊക്കെ കാണുന്നത് അത്
പുസ്തകങ്ങളിൽ അച്ചടിക്കുന്ന ലിപിയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഹാൻഡ് റിട്ടൺ എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം. ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, എങ്കിലും അങ്ങനെയും ഒരു ലിപിയുണ്ട്. അപ്പോൾ അത് കാണാൻ, പ്രത്യേകിച്ച് ഹാൻഡ് റിട്ടൺ അല്ലാതെ ലിപിയും മറ്റു ലിപിയും ഇത്രയും മനോഹരമായി ചിലത് ചേർന്നും ചിലത് ചേരാതെയും ഓരോന്നിൻ്റെയും നീളമെത്ര അളവെത്ര എവിടെയൊക്കെ വരണം, ഇംഗ്ലീഷിലും ഏകദേശമുണ്ട്, എങ്കിലും അതിനേക്കാൾ മനോഹരമാണ് അറബി ലിപി എന്ന് ഞാൻ പറയുന്നതല്ല, നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തത്, അറബി ഭാഷ സ്ട്രക്ചറലി ബ്യൂട്ടിഫുള്ളാണ്. ലോകത്തുള്ള എനിക്കറിയാവുന്ന, ഞാൻ കേട്ടിട്ടുള്ള ഭാഷകളിൽ അറബി ഭാഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമാണ്. കാരണം അത് ഒരു മ്യൂസിക്കൽ റിതം ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഏകദേശം ഖുർആനോ മനസ്സിലാവും, അതൊരു മ്യൂസിക്കൽ റിതം ആയിട്ട് വായിക്കാൻ പറ്റിയ മറ്റൊരു ഭാഷയും ഇല്ല, അത് അറബി ഭാഷ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ എഴുത്തും അതുപോലെയാണ്. അത് സ്ട്രക്ചറലി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ അത് ഞാൻ വളരെ നന്നായി പറഞ്ഞിരുന്നതാണ്. നിങ്ങൾക്ക് അറബി ഭാഷ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു വേർഡിന് ഒരു അഡ്ജക്റ്റീവോ ആഡ്വർബോ വരണമെങ്കിൽ ഏത് വേർഡിനാണോ ആഡ്വർബ് കൊണ്ടുവരുന്നത് ആ വേർഡിന്റെ മുഴുവൻ സവിശേഷതകളും, അതായത് അലിഫ്ലാം ഉണ്ടെങ്കിൽ അലിഫ്ലാം, അവസാനം താ ഉണ്ടെങ്കിൽ താ, അവസാനം അലിഫിന്, അങ്ങനെ അതുപോലെ ഇരിക്കണം. അടുത്തത് രണ്ട് ഇരട്ടകളാണ്, സാമ്യമുണ്ടായിരിക്കണം. അപ്പൊ അതാണ് സ്ട്രക്ചറലി ബ്യൂട്ടിഫൈഡ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം നല്ല സ്ട്രക്ചറാണ് അറബി ഭാഷയുടെ സെന്റൻസുകൾക്കുള്ളത്, ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ അറബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്റർനാഷണലി അറബിക്ക് ആഘോഷിക്കാൻ ഒരു ദിവസം ഉണ്ട് എന്നതാണ്. യുണൈറ്റഡ് നേഷൻ അറബി ഭാഷയ്ക്ക് വേണ്ടി ഒരു ദിവസം സമ്മാനിച്ചിട്ടുണ്ട്, ഡിസംബർ 18. മാത്രമല്ല, ലോകത്ത് നിരവധി ഭാഷകളുള്ളതിൽ യുണൈറ്റഡ് നേഷൻ അംഗീകരിച്ച 6 ഭാഷകളേ ഉള്ളൂ. ആ 6 ഭാഷകളിൽ ഒരു ഭാഷ അത് അറബിയാണ്. ഏതൊക്കെയാണ് 6 ഭാഷകൾ? അറബിയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ റഷ്യൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ഇത്രയും ഭാഷകളാണ് യുണൈറ്റഡ് നേഷൻ ലോക ഭാഷകളിൽ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ എന്ന് വേണ്ട എല്ലാ സംഘടനകളും അംഗീകരിച്ച ഒരു ഭാഷയാണ്. കാരണം 26 രാജ്യങ്ങളുടെ മാതൃഭാഷയാണ്. ലോകത്ത് മുഴുവനുള്ള മുസ്ലിമീങ്ങളുടെ സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന ഒരാൾ എന്തായാലും ഖുർആൻ വായിക്കുന്ന ഓതുന്ന ആളായിരിക്കണം. അപ്പോൾ അയാൾക്ക് അറബി ഭാഷ പഠിച്ചേ മതിയാകൂ. ഒന്നുമില്ലെങ്കിലും അത് കാണാതെ പഠിക്കുകയെങ്കിലും വേണം, 1-2 അധ്യായങ്ങളെങ്കിലും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന ഭാഷ അത് അറബിയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. വീഡിയോ ഒരുപാട് ദീർഘമായെന്ന് തോന്നുന്നു. അറബി ഭാഷ ഇത്രത്തോളം വളരെ മഹത്തരവും വലുതുമാണ്. കൂടാതെ ഞാൻ ആദ്യത്തെ ഓറിയന്റേഷനിൽ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള മഹത്വങ്ങൾ വേറെയും ഉണ്ട്. ഒരുപാട് മഹത്വങ്ങൾ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങിയത് തന്നെ അറബി ഭാഷയുടെ വലിയൊരു മഹത്വമാണ്. അതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അറബി ഭാഷയുടെ പ്രത്യേകതയുമായി ധാരാളം സംസാരിക്കാനുണ്ട്. വീഡിയോ ദീർഘമാകുന്നത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനിയുള്ള ക്ലാസുകൾ അറബി ഭാഷയെക്കുറിച്ച്, അതിൻ്റെ ബേസിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ക്ലാസുകൾ, വീഡിയോകളാണ്. നമ്മൾ +1 ടെക്സ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് അറബിക്ക് നിങ്ങൾ കുറേ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്. എങ്കിൽ തന്നെ ഇത് ആ അറിവുകളെയൊക്കെ വിട്ട് ഒരു ഭാഷ എങ്ങനെ പഠിക്കാം, അതിലെന്തൊക്കെയുണ്ട് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് എളുപ്പമാക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും ആ വീഡിയോകൾ കണ്ടിരിക്കണം. കണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പമാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വന്തം പുസ്തകം മറിച്ചു വെച്ചാലോ
അതല്ലെങ്കിൽ സ്വന്തമായി ശ്രമം നടത്തിയാലോ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ, ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ അത്ര ഫലവത്താകണം എന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണുകയും ഇനിയുള്ള വീഡിയോകൾ മുഴുവൻ കാണുകയും അറബി ഭാഷ നിങ്ങൾക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടോ, എൻ്റെ ക്ലാസ് ഇഫക്റ്റീവ് ആവുന്നുണ്ടോ ഒക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വിലയിരുത്താം. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ മറ്റോ നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സംശയ നിവാരണം തീർച്ചയായിട്ടും നടത്തുന്നതാണ്. اللهم حبب إلينا الإيمان وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. നമ്മളെല്ലാവരെയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.